السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العلي العظيم. ഖുർആൻ എന്ന വിസ്മയ പ്രപഞ്ചത്തിലെ ഓരോ അധ്യായങ്ങളും സമുദ്ര സമാനമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും. കേവലം 3 ആയത്തുകൾ മാത്രം ഉൾക്കൊള്ളുന്ന സൂറത്തുൻ നസ്ർ ഇത്തരത്തിൽ വൈജ്ഞാനികമായ കവാടങ്ങൾ നമുക്ക് മുൻപിൽ തുറന്നു നൽകുന്നുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുമുള്ള സഹായം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയത്ത്, അല്ലാഹുവിൻ്റെ സഹായത്തിലൂടെയുള്ള വിജയം നിങ്ങളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതായി നിങ്ങൾ കാണുമ്പോൾ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ, അല്ലാഹുവിങ്കലേക്ക് നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, അല്ലാഹുവിനോട് പാപമോചനം തേടണം. അല്ലാഹു പാപമോചനം തേടുന്നവരുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 8-ാം വർഷത്തിൽ മക്ക വിജയം കൈവരുന്നതിന് മുമ്പാണ് ഖുർആനിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം സ്ഥിരീകരിക്കാനുള്ള ഒരു രേഖയായി നമുക്കിതിനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, അൽ ഫത്ഹ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മക്ക വിജയത്തെ സംബന്ധിച്ചാണ് അൽ ഫത്ഹ് നമ്മോട് സൂചിപ്പിക്കുന്നത്. കാരണം ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഇത്രയധികം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മറ്റൊരു സന്ദർഭമില്ല. ഹിജ്റ 8-ാം വർഷത്തിൽ നടന്ന മക്കം ഫത്ഹിന് ശേഷം 2 വർഷത്തിന് ഉള്ളിലായി ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും, എല്ലാ ഗോത്രങ്ങളിലുള്ള ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ അൽ ഫത്ഹ് കൊണ്ട് അർത്ഥമാക്കുന്നത് മക്കം ഫത്ഹാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇമാം മാവർദി റഹിമഹുല്ലാഹ് അൻ-നുഖത്ത് വൽ ഉയൂനിൽ രേഖപ്പെടുത്തുന്നു. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, അതിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ട്. ഈ ഒരു സൂറത്ത് ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമൂഹത്തോട് പറയുകയാണ്, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന ദുനിയ വബൈന ലിഖാഇഹി ഫഖ്താറ ലിഖാ അല്ലാഹ്. അല്ലാഹു ഒരു അടിമയോട് രണ്ട് ചോയ്സുകൾ മുന്നിലേക്ക് വെച്ച് ദുനിയാവ് തിരഞ്ഞെടുക്കുന്നുവോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവിലേക്ക് മടങ്ങുന്നുവോ എന്ന രണ്ട് ചോയ്സ് മുന്നിൽ വെച്ചപ്പോൾ ആ അടിമ അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സൂറത്തു തൗദീഅ് എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങലിലേക്ക് സൂചനയുള്ള ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉടനെ കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ, അങ്ങയുടെ വിടവാങ്ങലിനെ കുറിച്ച് ഈ ഒരു സൂറത്തിൽ പരാമർശമുണ്ട് നബിയേ. സൂറത്തു തൗദീഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങലിലേക്ക് സൂചനയുള്ള അധ്യായമാണ് സൂറത്തുൻ നസ്ർ. കാരണം നബിയോട് പറയുന്നു, അങ്ങയുടെ പ്രവാചക ദൗത്യം, അതേ പ്രബോധന ദൗത്യം പൂർണ്ണമായി ഇവിടെ കൈവന്നിട്ടുണ്ട്. മക്കം ഫത്ഹ് കൈവരാനുണ്ട്. അതേപോലെ ജനങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇനി അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം വന്നിരിക്കുന്നു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാവിധ നിഅമത്തുകൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പകരമായി തസ്ബീഹിനെ സമർപ്പിക്കണേ. എന്താണ് തസ്ബീഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്? മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, തസ്ബീഹ് കൊണ്ടുള്ള അർത്ഥം അസ്സലാ, നിസ്കാരമാകുന്നു. ഒരു അടിമയിൽ നിന്ന് ശുക്റിന്റെ 3 ഇനങ്ങളായിട്ടുള്ള ഖൽബ് കൊണ്ടുള്ള ശുക്ർ, ലിസാൻ കൊണ്ടുള്ള ശുക്ർ, അമല് കൊണ്ടുള്ള ശുക്ർ, ഇതെല്ലാം നിസ്കാരത്തിലൂടെ കൈവരുന്നു. അടിസ്ഥാനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയുടെ യാമങ്ങൾ മുഴുവനും നിസ്കാരത്തിനായി ചിലവഴിക്കുന്നു. അങ്ങനെ ശുക്ർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങലിനെ കുറിച്ച് സൂചനയുള്ള അധ്യായമാണ് സൂറത്തുൻ നസ്ർ. ഖുർആനിന്റെ 4 ഭാഗം എന്ന് വിശേഷിക്കപ്പെട്ട ഈ ഒരു സൂറത്തുൻ നസ്റിന്റെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു ഖുർആനിലുള്ള ഓരോ അധ്യായങ്ങളും ആശയം ചോരാതെ ആ ഒരു വൈജ്ഞാനിക ലോകം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.